ഈശോം മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിക്കുവാൻ നമ്മൾ ഒരു വർഷക്കാലം നടത്തുന്ന ബെനഡിക്ട് പ്രേയർ അനുഗ്രഹത്തിന് പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ ഇന്ന് 77-ാം ദിനം. ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം. പ്രിയ മാതാപിതാക്കളെ, സർക്കാർ ദിനങ്ങൾ കഴിയുമ്പോൾ തന്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ട് എന്ന് വിചാരിച്ച് മക്കളെ വിളിച്ച് ശുദ്ധീകരിക്കുകയും ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുന്ന ജോബിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ പാപബോധമുള്ളവരും ഏതെങ്കിലും പാപബന്ധനത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പാപബോധത്തിലൂടെ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് തിരികെ വരുവാനും ശുദ്ധിയുള്ളവരായി എല്ലാ അശുദ്ധതയിൽ നിന്നും വിശുദ്ധിയുടെ മക്കളായി നിലകൊള്ളുവാൻ, വിശുദ്ധി പാലിക്കുവാൻ വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജോബ് 1:5. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനു വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവായ ഈശോയുടെ മക്കൾ പാപബോധമുള്ളവരും പാപത്തിന് പരിഹാരം ചെയ്യുവാൻ തയ്യാറുള്ളവരുമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ പാപബോധത്തോടുകൂടി കുമ്പസാരം എന്ന കൂദാശയെ സ്വീകരിക്കുവാനും പാപപൂർത്തി നേടുവാനും പ്രായശ്ചിത്തത്തിന്റെ പ്രവൃത്തികൾ വഴി അനുഗ്രഹരായി തീരുവാനും ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.